ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് ദിവസമായിട്ട് എടുത്തു വെച്ചിട്ട് അപ്പോൾ ഇന്നാണ് ഇടാൻ പറ്റിയത്. നമ്മുടെ ചെടികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വന്നൊന്ന് ഫുള്ളായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗം പയറിൻ്റെയും വെണ്ടയ്ക്കേൻ്റെ ഒക്കെ എടുത്തിട്ട് കോളിഫ്ലവറും ക്യാബേജും ഒന്നും ഇനിയിപ്പോൾ വീഡിയോ എടുക്കില്ല എന്ന് കരുതിയിട്ടാണ്. കാരണം അതിന് ഇനി വളമൊക്കെ കൊടുക്കുമ്പോഴേ കേട്ടോ ഞാൻ വീഡിയോ എടുക്കുകയുള്ളൂ. വളങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അത് ഞാൻ പോകുമ്പോൾ വാങ്ങാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ നമ്മുടെ പയറിൽ ആദ്യത്തെ പയറാണിത് കേട്ടോ. ഉർവശി അതോ സിനിമയിൽ പറയണില്ലേ, ആദ്യം തേച്ച ബ്രഷാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ നമ്മുടെ പയറിലുണ്ടായ ആദ്യത്തെ പയറാണ് ഇത്. അത്യാവശ്യം നല്ല പയറാണ് കേട്ടോ അതിലുള്ളത്. കുറേ ഉണ്ട്, ഇപ്പോൾ കുറേ എണ്ണം ഉണ്ടാവണേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ എടുക്കണ സമയത്ത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ പയറൊന്ന് കാണിക്കണം എന്ന് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഒരു സമയത്ത് ഫസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വള്ളി പടരുന്നതിൻ്റെ മുന്നേ തന്നെ ചാഴിയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് മൂടിയിരുന്നു കേട്ടോ പയറാകെ. ചാഴി അറിയാലോ, അപ്പോൾ ആ കറുത്ത ഒരു ജീവി നിറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തു വെച്ചാൽ അതിന് ഇങ്ങനെ ഇല എന്തെങ്കിലുമൊക്കെ വെച്ച് കടലാസൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് വലിച്ച് എല്ലാത്തിനെയും കൊന്നുകളഞ്ഞ് നമ്മൾ വെള്ളം കൊണ്ട് ഒഴിക്കിട്ടോ അതിലേക്ക്. പിന്നെ നമ്മൾ തണുത്ത കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒന്ന് നേർപ്പിച്ചിട്ട് രാവിലെ പാർന്നു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ അപ്പോൾ ചാഴി ശല്യം ഇപ്പോൾ വീഡിയോ എടുക്കണ സമയത്ത് ചാഴിയില്ല, ഇപ്പോഴും തീരെ ഒന്നുപോലും ഇല്ല കേട്ടോ ചാഴീൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ പയറിൽ. ഇലയ്ക്കൊരു ചെറിയൊരു എന്തൊക്കെയോ കണ്ടോ, ഇലയ്ക്ക് എന്തോ ഒരു ഇലപ്പുള്ളി രോഗം എന്താണെന്നറിയില്ല കേട്ടോ. അതൊക്കെ ഞാൻ ഇനി മിനിച്ചേച്ചിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടേ പഠിക്കുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കണം. പിന്നെ സ്യൂഡോമോണാസ് വാങ്ങിയിട്ടില്ല, അത് വാങ്ങണം. അതൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. സ്യൂഡോമോണാസൊക്കെ കൊടുക്കുമ്പോൾ മറ്റേ കോളിഫ്ലവറിനും കേബേജിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വളങ്ങളൊന്നും ഇല്ലാതല്ല കേട്ടോ ഉണ്ടാക്കണം, എല്ലാം വളം ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വാങ്ങണം എല്ലാം, എല്ലുപൊടിയും ജൈവവളം എല്ലാം വാങ്ങണം എന്ന് കരുതിയിട്ടാണ്. കാരണം കഴിഞ്ഞ തവണ ഞാൻ സ്ലറി ഉണ്ടാക്കിയിരുന്നു. ആ സ്ലറിയും കൊണ്ടാണ് ഞാൻ എല്ലാ ചെടികളും നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുത്തത് കേട്ടോ. അത് മാത്രം ഉപയോഗിച്ചിട്ട് കോളിഫ്ലവറൊക്കെ നല്ല അടിപൊളി കോളിഫ്ലവറും കേബേജൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം മടി പിടിച്ച് അപ്പോൾ സ്ലറി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ ടാങ്കൊക്കെ പുതിയതാക്കിയിട്ടോ. ഇത് പഴയത് കണ്ടില്ലേ, ഇതിനെ എന്തോ പറ്റി പറഞ്ഞാൽ അതിലൊരു ദിവസം ഒരു എലി ചാടി ആത്മഹത്യ ചെയ്തു കേട്ടോ, സൂയിസൈഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വെള്ളമൊക്കെ ഉപയോഗിക്കാൻ പറ്റാതെ. അപ്പോൾ 4 ദിവസം ഞങ്ങൾ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി എന്ന പൈപ്പിലത്തെ വെള്ളം കൊണ്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എന്നിട്ട് ടാങ്ക് പുതിയത് വെച്ചു. അപ്പോൾ അതിൻ്റെ അടപ്പൊക്കെ ഇപ്പോൾ നല്ല ഭദ്രമാണ്. ഇതിനെന്താ പറ്റിയെന്നറിയില്ല, നല്ല കാറ്റടിച്ചപ്പോൾ ഇത് കെട്ടി വെച്ചതൊക്കെയാണ്, മുകളിൽ ഭാരമൊക്കെ വെച്ചതായിരുന്നു, ഒക്കെ അതിൻ്റെ അടപ്പൊക്കെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും കൊണ്ടുള്ള പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ വമ്പൻ പ്ലാനിങ് ഉണ്ട് കേട്ടോ. ഈ ടാങ്ക് നമ്മൾ ചെടിയൊക്കെ നടന്നവരാണല്ലോ, അപ്പോൾ അതൊന്നും ഒഴിവാക്കില്ല. ഇത് പകുതിയിൽ നിന്ന് മുറിച്ചിട്ട് ഇത്തിരി പണിയൊക്കെ ഉണ്ട്, അത് മെല്ലെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത്. 2 ഭാഗമാക്കിയാൽ നമുക്ക് 2 ഭാഗത്തിലും നല്ല ഒരു ഇതന്നെ കൃഷി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതവിടെ അങ്ങനെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇതൊക്കെ ഇപ്പോൾ കുറേ ഇട്ടുണ്ടായിട്ട് വെക്കേഷൻ സമയത്തിന് മുന്നേ ഉണ്ടായതാണ്. വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, വെക്കേഷൻ സമയത്ത് എടുത്തു വെച്ചത് കേട്ടോ. മക്കൾക്ക് സ്കൂൾ കിട്ടിയ സമയത്ത് അമ്മുവാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നത്. അനു എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വെണ്ടയ്ക്ക ഞാൻ കുറച്ച് ഇങ്ങനെ ദിവസം ഒരു 5-6 കിട്ടും കേട്ടോ. ഇപ്പോൾ അത്ര കിട്ടില്ല, ആദ്യം 5-6 കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ കിട്ടുന്നത് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ അത് കേടുവരാതിരിക്കും കേട്ടോ. കേടുവരില്ല, ഫ്രഷ് വെജിറ്റബിൾ ആയിരിക്കും. അപ്പോൾ ഞാനങ്ങനെ ഇന്ന് അത് എടുക്കാമെന്ന് കരുതിയേ. അപ്പോൾ കുറേ ഉണ്ട്, വെണ്ടയ്ക്ക എടുത്ത് വെച്ചത് കുറേ ഉണ്ട്. അപ്പോൾ ഈ വെണ്ടയ്ക്ക ചെടിക്കൊന്നും ഞാൻ ഇതുവരെ ഒന്നും വളമായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. സ്ലറിയും കൂടി ഇല്ല പ്രാവശ്യം. അതിൻ്റെ ഒരു വിഷമത്തിലാണ്. കാരണം എപ്പോഴെങ്കിലും എന്തെങ്കിലും പോകുമ്പോൾ മാത്രമേ ഞാൻ വളക്കടയിലൊക്കെ വാങ്ങി കയറിയിട്ട് കീടനാശിനി വാങ്ങാറില്ല കേട്ടോ. അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും.
പിന്നെ മുമ്പൊക്കെ വേപ്പെണ്ണയൊക്കെ ഉപയോഗിച്ചിരുന്നു കേട്ടോ. വേപ്പെണ്ണ കഷായം സോപ്പൊക്കെ ഇതാക്കിയിട്ട് അത് ഇപ്രാവശ്യം ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ എല്ലാം ഒപ്പിക്കാൻ ഉള്ള ഒരിതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ വെണ്ടയ്ക്ക, അടിപൊളി വെണ്ടയ്ക്കയാണ് കേട്ടോ. ഈ വെണ്ടയ്ക്കയും കൊണ്ട് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കണത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അത് അടുത്ത പ്രാവശ്യമായിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കണ്ടില്ലേ, അടിപൊളി. ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് വിശേഷങ്ങളാണ് പങ്കുവെച്ചു എന്നല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ വെണ്ടയ്ക്കയും കൊണ്ട് ഒരു കുക്കിംഗ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും കാണണം കേട്ടോ. ഈ വീഡിയോ എല്ലാവരും കാണണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ റീൽസൊക്കെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൽ പറഞ്ഞ വെണ്ടയ്ക്കയിൽ ഒരു പുഴുവൊന്നും ഉണ്ടാവലില്ല കേട്ടോ. കണ്ടില്ലേ, അത് കണ്ടാൽ തന്നെ അറിയാലോ അത്രയും നല്ല ഇതാണെന്ന്. അപ്പോൾ ഒരു സെറ്റ് കുറേ തവണ ഇപ്പോൾ പയറായാലും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ പയർ പറഞ്ഞ് കാണിച്ചില്ലേ, പിന്നെ 2-3 പ്രാവശ്യത്തിനുള്ള ഉപ്പേരിക്കായിരുന്നു പറിച്ചിരുന്നു കേട്ടോ. അത് ഒറ്റ തവണയ്ക്ക് ഒക്കെ കിട്ടിയിരുന്നു. കുറേ ദിവസം എടുത്ത് വെച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ.